Good morning all. Today we are going to discussing about different type of stone masonry. Stone masonry mainly classified into two. First one rubble masonry and second one ashlar masonry. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റബിൾ മേസൺറി ആണ്. റബിൾ മേസൺറി എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഫൗണ്ടേഷനൊക്കെ കെട്ടുമ്പോൾ നമ്മൾ വലിയ കല്ല് കരിങ്കല്ലൊക്കെ വെച്ച് ചെയ്യില്ലേ, അതിനെയാണ് റബിൾ മേസൺറി എന്ന് പറയാം. അതിൽ തന്നെ കോസ്ഡ് റബിൾ ഉണ്ട്, അൺകോസ്ഡ് റബിൾ ഉണ്ട്, റാൻഡം റബിൾ ഉണ്ട്, ഡ്രൈ റബിൾ, പോളിഗണൽ റബിൾ ആൻഡ് ഫ്ലിൻറ്റ് റബിൾ. 6 ടൈപ്പാണ് റബിൾ മേസൺറീൻ്റെ സബായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആഷ്ലാർ മേസൺറി. ആഷ്ലാർ മേസൺറിയിൽ 5 എണ്ണം ഉണ്ട്. ആഷ്ലാർ ഫൈൻ, ആഷ്ലാർ റഫ് ടൂൾഡ് മേസൺറി, ആഷ്ലാർ റോക്ക് മേസൺറി, ആഷ്ലാർ ചാംഫേർഡ് മേസൺറി, ആഷ്ലാർ ബ്ലോക്ക് ഇൻ കോസ് മേസൺറി. 5 ടൈപ്പ് മേസൺറീസാണ് ആഷ്ലാർ മേസൺറിയിൽ വരുന്നത്. ഇനി എന്താണ് റബിൾ മേസൺറി അല്ലെങ്കിൽ എന്താണ് ആഷ്ലാർ മേസൺറി എന്നുള്ളതാണ് ഇനി ഡിഫൈൻ ചെയ്യുന്നത്. റബിൾ മേസൺറി സ്റ്റോൺസ് ഓഫ് ഇറഗുലർ സൈസസ് ആർ യൂസ്ഡ്. ഇറഗുലർ സൈസസും ഷേപ്പുള്ള സ്റ്റോണാണ് നമ്മൾ റബിൾ മേസൺറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് പലതരത്തിലുള്ള കല്ലുണ്ടാവും, വലിയ കല്ലുണ്ടാവും, അതിന് തന്നെ ഷേപ്പൊക്കെ കോണായിട്ടും ആംഗുലാറായിട്ടും ഒക്കെ ഉള്ള കോണൊക്കെ ഉള്ള സ്റ്റോൺസൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇറഗുലർ സൈസും ഷേപ്പുള്ള സ്റ്റോൺസാണ് നമ്മൾ റബിൾ മേസൺറി ചെയ്യാൻ യൂസ് ചെയ്യുക. കോറി സ്റ്റോൺസ് വിത്ത് സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ് ആർ യൂസ്ഡ്. ദാറ്റ് മീൻസ് കോറി സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന പാറ കഷ്ണങ്ങളായിരിക്കും. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ സ്റ്റോൺസ് ആക്കി മാറ്റുക അല്ലേ. അപ്പോൾ അതിൽ ചെറിയ മോഡിഫിക്കേഷൻ പൊട്ടിച്ചെടുത്ത് അതേപോലെ കൊണ്ടുപോയിട്ട് മേസൺറിയിൽ യൂസ് ചെയ്യണമെന്നില്ല. ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് നമ്മൾ റബിൾ മേസൺറിയിൽ യൂസ് ചെയ്യും. സ്ട്രെങ്ത് ഓഫ് റബിൾ മേസൺറി ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ റബിൾ മേസൺറീൻ്റെ സ്ട്രെങ്ത്. ഇത് ചെയ്യുമ്പോൾ ആ ഒരു പടവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മേസൺറി ബ്ലോക്കിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യണത് ക്വാളിറ്റി ഓഫ് മോട്ടാർ. അതായത് ജോയിൻസിൽ നമ്മൾ മോട്ടാർ കൊടുക്കും അല്ലേ, ആ മോട്ടാറിൻ്റെ ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. യൂസ് ഓഫ് ലോങ് ത്രൂ സ്റ്റോൺസ് അറ്റ് ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ്. അതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ള സ്റ്റോൺസ് നമ്മൾ ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലിൽ പ്ലേസ് ചെയ്യുന്നതും ഇതിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പ്രോപ്പർ വർക്ക്മാൻഷിപ്പ്, അതായത് നമ്മൾ ലേബേഴ്സ് പ്രോപ്പറായിട്ട് നമ്മളെ മോട്ടാറൊക്കെ കറക്റ്റ് ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്ട്രെങ്ത്തിനെ ഡിഫക്റ്റായിട്ട് വരും. അല്ല പ്രോപ്പർ വർക്ക്മാൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഗുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഗുഡ് സ്ട്രെങ്ത്തും കൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. റഫ് ഓർ അൺഡ്രസ്ഡ് സ്റ്റോൺ ക്യാൻ ബി യൂസ്ഡ്. റഫായിട്ടുള്ളത്, പരുക്കനായിട്ടുള്ളതോ അതുപോലെ തന്നെ അൺഡ്രസ്ഡ് പറഞ്ഞാൽ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ നിങ്ങൾക്ക് അറിയാം. നമ്മളെന്താ ഒരു സ്റ്റോണിനെ കറക്റ്റ് റെഗുലർ അല്ലെങ്കിൽ യൂണിഫോം സൈസും ഷേപ്പും ആക്കി എടുക്കുന്നതിനാണ് ഡ്രസ്സിങ് എന്ന് പറയുക. അപ്പോൾ അൺഡ്രസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്ത അതേ ഷേപ്പുള്ള കല്ലിനെയാണ് നമ്മൾ അൺഡ്രസ്ഡ് സ്റ്റോൺസ് എന്ന് പറയാം. അതാണ് നമ്മൾ റബിൾ മേസൺറി ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. വൈഡർ ജോയിൻസ് ആർ സ്റ്റോൺസ് ആർ ഓഫ് ഇറഗുലർ സൈസസ്. വൈഡർ ജോയിൻസ് ആർ സ്റ്റോൺസ് ആർ ഓഫ് ഇറഗുലർ സൈസസ്. ഇറഗുലർ സൈസ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പം പല ഷേപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു കോണായിട്ട് ഒക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കോണായിട്ടൊക്കെ ആയിരിക്കും നമ്മളെ കല്ല്. അങ്ങനത്തെ കല്ലാണ് റബിൾ മേസൺറിക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 കല്ലുകൾ അടുപ്പിച്ച് വെക്കുമ്പോൾ നമുക്ക് ഗ്യാപ്പ് കറക്റ്റ് മോട്ടാറൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വൈഡർ ജോയിൻസ് ഒക്കെ ആയിരിക്കാം മേ ബി. അങ്ങനെയുള്ള കാരണം 2 കല്ല് വെക്കുമ്പം ഒരേ ഷേപ്പ് അല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഒരുപാടുണ്ടാവില്ലേ. അപ്പോൾ ആ ജോയിൻസ് എന്ന് പറയുന്നത് വൈഡർ ആയിരിക്കും. ഓക്കെ, റബിൾ മേസൺറി. ഇനി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്ഡ് റബിൾ മേസൺറി ആണ്. ഓക്കെ, ഇതാണ് കോസ്ഡ് റബിൾ മേസൺറി എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ് ഒരു റെഗുലർ ആയിട്ട് ഷേപ്പുള്ള കല്ലുകൾ വെച്ചിട്ട് നമ്മൾ മേസൺറി ബ്ലോക്ക് ചെയ്യുന്നതിനാണ് കോസ്ഡ് റബിൾ മേസൺറി എന്ന് പറയുക. ഈ ഫിഗറിലുള്ള പോലെയാണ് കോസ്ഡ് റബിൾ മേസൺറീൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുക. സൈസ് ഒരുപോലെ അല്ലെങ്കിലും ഷേപ്പ് ഓൾമോസ്റ്റ് ഒരു റെക്റ്റാങ്കുലർ പോലുള്ള ഷേപ്പ് ആയിരിക്കാം. ഓക്കെ, അതിനാണ് കോസ്ഡ് റബിൾ മേസൺറി എന്ന് പറയുന്നത്. This method of construction is the same as uncoased masonry except that the courses varying from 30 to 45 cm thick and all the courses are not same height. അതായത് ഈ കോസ്ഡ് റബിൾ മേസൺറി എന്ന് പറയുന്നത് മെയിനായിട്ട് 30 to 45 സെൻറ്റിമീറ്ററോളം തിക്ക് ഉണ്ടാവും. തിക്നെസ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് 30 to 45 തിക്കാണ്. ഓൾ ദി കോഴ്സസ് ആർ നോട്ട് സെയിം ഹൈറ്റ്. സെയിം ഹൈറ്റിലായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ആ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ഷേപ്പാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ എന്താണ് ഹൈറ്റ് ചെയ്യും. നെക്സ്റ്റ് അൺകോസ്ഡ് റബിൾ മേസൺറി ആണ്. അൺകോസ്ഡ് റബിൾ മേസൺറി എന്ന് പറയുമ്പോൾ ഈ ഫിഗറിലുള്ള പോലെ തന്നെ ഡിഫറെൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള സ്റ്റോൺസ് വെച്ചിട്ടാണ് നമ്മൾ മേസൺറി ബ്ലോക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണത്. അതാണ് ഫിഗറിലുള്ളത്. കണ്ടാൽ തന്നെ അറിയാം ഡിഫറെൻറ്റ് ഷേപ്പല്ലേ, ഒരേ ഷേപ്പ് ആവില്ല. ഇറഗുലർ സൈസസ് ഉള്ളത് വെച്ചിട്ട് ചെയ്യുന്നതാണ് അൺകോസ്ഡ് റബിൾ മേസൺറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് റാൻഡം റബിൾ മേസൺറി ആണ്. റാൻഡം റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഷേപ്പുള്ള കല്ലുകൾ
സ്മോൾ സൈസ് ഷേപ്ഡ് ആയിട്ടുള്ള കല്ലുകൾ, ഇറഗുലർ സൈസിൽ ഷേപ്ഡ് ആയിട്ടുള്ള കല്ലുകൾ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. വളരെ സ്മോളസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ലാർജസ്റ്റും ആയിട്ടുള്ളതും ഉണ്ടാവും. അങ്ങനെയുള്ള ഷേപ്പ് കല്ലുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് റാൻഡം ആയിട്ടുള്ള ഒരു മേസൺറി ബ്ലോക്ക്. അതിനെയാണ് റാൻഡം റബിൾ മേസൺറി പറയുന്നത്. ഡ്രൈ റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടാർ യൂസ് ചെയ്യാതെ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു മേസൺറി ബ്ലോക്കിനെയാണ് നമ്മൾ ഡ്രൈ റബിൾ മേസൺറി എന്ന് പറയുക. അതിൽ ഷേപ്പ് ആൻഡ് സൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ, അതായത് മീഡിയം സൈസിലുണ്ടാവും, ലാർജസ്റ്റ് സൈസിലുണ്ടാവും. അതാണ് ഡ്രൈ റബിൾ മേസൺറി എന്ന് പറയുന്നത്. ബാക്കി ഇപ്പോൾ അൺകോഴ്സ്ഡ് റബിൾ മേസൺറി ആണെങ്കിലും കോഴ്സ്ഡ് റബിൾ മേസൺറി ആണെങ്കിലും ഒക്കെ എല്ലാത്തിലും മോട്ടാർ ജോയിൻസ് ഉണ്ട്. മോട്ടാർ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. ഇനി നെക്സ്റ്റ് പറയുന്നത് പോളിഗണൽ റബിൾ മേസൺറിയാണ്. പോളിഗണൽ റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോണ് ഏകദേശം ഒരു പോളിഗൺ ഷേപ്പിൽ, ഏതെങ്കിലും ഒരു പോളിഗൺസിൻ്റെ ഷേപ്പിലുള്ള കല്ലുകൾ വെച്ചിട്ട് നമ്മൾ റബിൾ മേസൺറി, അതിൻ്റെ ഫേസിൽ നോക്കുമ്പോൾ പോളിഗൺ ഷേപ്പിൽ, ഇതിൽ കണ്ടില്ല, ഇവിടെ ഫസ്റ്റ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ ആ ഒരു സ്കെച്ചിൽ കാണിക്കുന്നുണ്ട് പോളിഗൺ ഷേപ്പിൽ നമുക്ക് തോന്നും ഫേസ് കാണുമ്പോൾ. അതിനെയാണ് പോളിഗണൽ റബിൾ മേസൺറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്ലിൻറ്റ് റബിൾ മേസൺറിയാണ്. ഫ്ലിൻറ്റ് റബിൾ മേസൺറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ ആദ്യം സ്റ്റോൺസ് ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ബ്രിക്കിൻ്റെ ഒരു ലെയർ കൊടുക്കും. ആ കൊടുക്കുന്ന ലെയറിന് ലേസിങ് കോഴ്സ് എന്നാണ് പറയുക. കണ്ടില്ലേ, സ്റ്റോൺസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കല്ലിങ്ങനെ വെച്ചു, അതിൻ്റെ ഗ്യാപ്പൊക്കെ നമ്മൾ മോട്ടാർ വെച്ച് ഫില്ല് ചെയ്യും. ഇടയിലുള്ളതൊക്കെ മോട്ടാർ, ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഫിഗർ കണ്ടില്ലേ, കുറേ സ്റ്റോണുകൾ കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു മോട്ടാർ ലെയർ, പിന്നെയും കല്ലുകൾ, പിന്നെയും മോട്ടാർ ലെയർ. അതിൻ്റെ ഇടയിൽ സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയിൽ ഒരു ബ്രിക്കിൻ്റെ കോഴ്സ് കൊടുക്കുന്നത്. ആ ബ്രിക്കിൻ്റെ ആ കോഴ്സിനെയാണ് ലേസിങ് കോഴ്സ് എന്ന് പറയുക. അങ്ങനെ ചെയ്യുന്ന ആ ഒരു മേസൺറിനെയാണ് ഫ്ലിൻറ്റ് റബിൾ മേസൺറി എന്ന് പറയുന്നത്. ഇത്രയാണ് ടൈപ്പ് ഓഫ് റബിൾ മേസൺറി പറയുന്നത്. നെക്സ്റ്റ് ആഷ്ലാർ മേസൺറിയാണ്. ഇറ്റ് ബിൽട്ട് ഫ്രം ആക്യുറേറ്റ്ലി ഡ്രസ്ഡ് സ്റ്റോൺ, അതായത് ഡ്രസ്സ് ചെയ്ത സ്റ്റോണിൽ നിന്ന് ഉണ്ടാക്കുന്ന മേസൺറി ബ്ലോക്കിനെയാണ് നമ്മൾ ആഷ്ലാർ മേസൺറി എന്ന് പറയുക. അതായത് കറക്റ്റ് സൈസും ഷേപ്പും ഒക്കെ ആക്കി എടുക്കുന്നതിനാണ് നമ്മൾ ഡ്രസ്സിങ് എന്ന് പറയുക. യൂണിഫോം ആൻഡ് ഫൈൻ ജോയിൻസ് അബൌട്ട് 3 mm തിക്നെസ്, അതായത് യൂണിഫോം സൈസും ഷേപ്പുമാണ്. അതുപോലെ തന്നെ ജോയിൻസ് എന്ന് പറയുന്നത്, ഓരോ കല്ലിൻ്റെ ഇടയിലുള്ള ജോയിൻസ് എന്ന് പറയുന്നത് 3 mm തിക്നെസ്സിലായിരിക്കും. ഹൈറ്റ് ഓഫ് കോഴ്സ് 30 cm. ഒരു കോഴ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് സ്റ്റോണിൻ്റെ നമ്മൾ ചെയ്യുന്ന ഹൈറ്റ് പറയുന്നത് 30 cm ആണ്. കോസ്റ്റ്ലിയാണ്, കാരണം ഡ്രസ്സിങ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ, സ്റ്റോണിൽ നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് ആഷ്ലാർ മേസൺറിയും കോസ്റ്റ്ലിയാണ്. യൂസ്ഡ് ഇൻ ബേസ്മെൻറ്റ്, നമ്മൾ തറയൊക്കെ ചെയ്യാൻ, ബ്രിഡ്ജിൻ്റെ പിയേഴ്സ്, അതായത് നമ്മൾ ബ്രിഡ്ജ് പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പില്ലേഴ്സ് ഉണ്ടാവും ബ്രിഡ്ജിന് അല്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അബട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ട്. അബട്ട്മെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു പുഴയുടെ മുകളിൽ കൂടെ റോഡ് പോകേണ്ട, അതിൻ്റെ 2 സൈഡും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാള് പോലെ കൊടുക്കും, അതിനെയാണ് അബട്ട്മെൻറ്റ്സ് പറയുക. ആ അബട്ട്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യും. ആഷ്ലാർ ഫൈൻ മേസൺറി, ഫസ്റ്റ് ആഷ്ലാർ മേസൺറിയിലെ ക്ലാസിഫിക്കേഷനാണ് ആഷ്ലാർ ഫൈൻ മേസൺറി. ആൾ സൈഡ്സ് ആൻഡ് ഫേസസ് ഓഫ് ദി ബ്ലോക്ക് ആർ ഫൈൻലി ഡ്രസ്ഡ് വിത്ത് ചിസൽ, അതായത് എല്ലാ സൈഡും ഫേസസും നമ്മൾ ഫൈനായിട്ട് ഡ്രസ്സ് ചെയ്ത് പ്രോപ്പറായി വെച്ചിട്ടുണ്ടാവും. ചിസൽ ഉള്ളി കൊണ്ടൊക്കെ കറക്റ്റ് റെഡിയാക്കി വെച്ചതാണ് ആഷ്ലാർ ഫൈൻ മേസൺറി എന്ന് പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു യൂണിഫോം അറേഞ്ച്മെൻറ്റ് പോലെ തോന്നും. ദെൻ ആഷ്ലാർ റഫ് മേസൺറി. ഈ ഫസ്റ്റ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആഷ്ലാർ ഫൈൻ മേസൺറി. നെക്സ്റ്റ് ആഷ്ലാർ റഫ് മേസൺറി. ബെഡ് ആൻഡ് സൈഡ്സ് ആർ ഫൈൻലി ഡ്രസ്ഡ്. നിങ്ങൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ, ഞാനിത് കഴിഞ്ഞ് ഫിഗർ കാണിക്കുക. ഫിഗറിൽ നോക്കിയാൽ അറിയാം, ഒരു റഫ്നെസ് ഉണ്ടായിരിക്കും, കറക്റ്റ് ഫൈൻ അപ്പിയറൻസ് ആയിരിക്കില്ല, അതായത് പോളിഷിങ് അപ്പിയറൻസ് ആയിരിക്കില്ല. ബാക്കിയുള്ളതൊക്കെ ഫൈൻലി ഡ്രസ്ഡ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ആഷ്ലാർ കോറി ഫേസ്ഡ്. ഇറ്റ് എക്സ്പോസ്ഡ് ഫേസസ് റിമെയിൻ അൺഡ്രസ്ഡ്, അതായത് നമുക്ക് കാണുന്ന ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡ്രസ്ഡ് ആയിട്ടാണ് തോന്നുക. ഇത് കണ്ടില്ലേ. നെക്സ്റ്റ് ആഷ്ലാർ ചാംഫേർഡ്. ഇഫ് എക്സ്പോസ്ഡ് ഫേസസ് റൗണ്ടഡ് ഓർ ബിവൽഡ് അറ്റ് 45 degree ആംഗിൾ, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ഫേസ് എന്ന് പറയുന്നത് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഫേസ്, അതാണ് കാണുന്ന ഫേസാണ്. റൗണ്ടഡോ അല്ലെങ്കിൽ ബിവൽഡ് അറ്റ് 45 degree ആംഗിൾ, അതായത് പുറത്തേക്കുള്ളൊരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ ഒരു ഫിഗർ കാണിക്കുക, ആ ഫിഗർ ഒന്ന് നോക്കുക. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കണ്ടില്ലേ, പുറത്തേക്ക് ആ ഒരു ബ്രിക്കിൻ്റെ ഒരു പ്രൊജക്ഷൻ പോലെ പുറത്തേക്ക് 45 degree ആംഗിളിലാണ്, അങ്ങനെ എക്സ്പോസ് ചെയ്ത സർഫസിലേക്ക് അങ്ങനെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും പുറത്ത് നമുക്ക് കാണുന്ന സമയത്ത്. അങ്ങനെ ഫേസിൽ ഇതേപോലെ പ്രൊജക്ഷൻ ഉള്ള ടൈപ്പ് മേസൺറി ബ്ലോക്കിനെയാണ് നമ്മൾ ആഷ്ലാർ ചാംഫേർഡ് മേസൺറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ആണ് സ്റ്റോൺ മേസൺറിൻ്റെ പ്രിൻസിപ്പിൾസ്. ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ റിക്വയർമെൻറ്റ് ഓഫ് IS സ്പെസിഫിക്കേഷൻ, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് പ്രകാരമുള്ള റിക്വയർമെൻ്റ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒരു സ്റ്റോണിന് ഇത്ര കംപ്രസീവ് സ്ട്രെങ്ത്ത്,
അതുപോലെ ഇത്ര സ്ട്രെങ്ത്ത് എന്നുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം സാറ്റിസ്ഫൈ ആവുന്ന മേസൺറി യൂണിറ്റ് വേണം നമ്മൾ ബ്ലോക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ. സ്റ്റോൺ ഷുഡ് ബി ഹാർഡായിരിക്കണം. ടഫ് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് വന്നു കഴിഞ്ഞാൽ ക്യാരി ചെയ്യാൻ പറ്റണം. ഡ്യൂറബിൾ, ഈട് നിൽക്കുന്നതായിരിക്കണം. കളർ ഓഫ് ദ സ്റ്റോൺ ഷുഡ് ബി യൂണിഫോം. കളേഴ്സ് വൈഡ് റേഞ്ച് കളേഴ്സൊന്നും വേണമെന്നില്ല, യൂണിഫോം കളറായിരിക്കണം. ആൾ സ്റ്റോൺ ഷുഡ് ബി ലെയ്ഡ് വിത്ത് ദെയർ നാച്ചുറൽ ബെഡ്. എല്ലാ സ്റ്റോൺസും നമ്മൾ അതിൻ്റെ നാച്ചുറൽ ബെഡിൽ നിന്ന് തന്നെയായിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ. സ്റ്റോൺ ഷുഡ് ബി വെൽ വാട്ടേർഡ് ബിഫോർ യൂസ്. അതായത് നന്നായിട്ട് അതായത് ക്ലീൻ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. ഡ്രസ് അക്കോർഡിംഗ് ടു സ്പെസിഫിക്കേഷൻ ഓഫ് വർക്ക്. സ്റ്റോണിൻ്റെ ഡ്രസ്സിങ് ചെയ്യണത് വർക്കിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ്. വാളിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇറഗുലർ ഷേപ്പുള്ള കല്ലുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡ്രസ്സ് ചെയ്തെടുക്കണം. അങ്ങനത്തെ കേസ് വർക്കിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നോക്കിയിട്ടാണ് ഡ്രസ്സിങ് പ്രിഫർ ചെയ്യുക. അങ്ങനെ തന്നെ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ എന്താവും, സ്ട്രെങ്ത്ത് കുറയും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഡ്രസ്സിങ് ഒക്കെ ചെയ്യാൻ. ഫോർമേഷൻ ഓഫ് കണ്ടിന്യൂസ് വെർട്ടിക്കൽ ഷുഡ് ബി അവോയ്ഡഡ്. അതായത് ഒരു ബ്രിക്ക് നമ്മൾ വെച്ചു, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പോകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെർട്ടിക്കൽ ജോയിൻറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ പെട്ടെന്ന് ഫെയിലർ ആവും. വെർട്ടിക്കൽ ജോയിൻറ്റ്സ് പറഞ്ഞാൽ 2 കല്ലുകൾ വെച്ചു, അതിൻ്റെ ഇടയിൽ നമ്മൾ മോട്ടാർ വെച്ച് ഫില്ല് ചെയ്തു, അതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ കല്ലുകൾ ഇങ്ങനെ അടിക്കടിക്ക് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ്, ആ മോർട്ടാർ ചെയ്ത ഗ്യാപ്പ് എല്ലാത്തിലും സെയിം ലെവലിലേക്കാണ് വരിക അല്ലേ. അപ്പോൾ അങ്ങനെ വന്നാൽ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് വന്നു, അപ്പോൾ പെട്ടെന്ന് ഫെയിലർ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ബ്രിക്ക് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ആദ്യം ഒരു ബ്രിക്ക് വെച്ച് ഒരു ലെയർ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലെയർ വെക്കുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം, ഫിഗർ നോക്കിയാൽ മതി. കണ്ടോ, ഇതിൽ ആ റൗണ്ട് ഇട്ടതാണ് നമ്മൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. അതിന് മുകളിലാണ് ഒരു ബ്രിക്ക് വരിക. അതേപോലെ ജോയിൻ്റാണ് നേരെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് വെർട്ടിക്കൽ ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല ഇവിടെ കണ്ടില്ലേ, ഇപ്പുറത്താണ് ബ്രിക്ക് ജോയിൻറ്റ്സ് വരുന്നത്. അങ്ങനെയാണ് കൊടുക്കുള്ളൂ, അല്ലാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫെയിലിയർ വരും. ഗുഡ് ക്വാളിറ്റി മോട്ടാർ ഷുഡ് ബി യൂസ്ഡ്. നല്ല ക്വാളിറ്റി മോട്ടാറാണ് നമ്മൾ യൂസ് ചെയ്യുക. ചിപ്സ് ആൻഡ് ബ്രോക്കൺ പീസസ് ഷുഡ് ബി യൂസ്ഡ്. അതായത് പൊട്ടിയ ചെറിയ പീസ് കല്ലുകളും അതുപോലെ തന്നെ ബ്രോക്കൺ ആയിട്ടുള്ള കല്ലുകൾ, അതിൻ്റെ ചെറിയ കല്ലുകളൊന്നും യൂസ് ചെയ്യില്ല. എന്തിന്, നമ്മൾ മേസൺറി ബ്ലോക്ക് ചെയ്യുമ്പോൾ പൊട്ടിയത് ആകുമ്പോൾ പെട്ടെന്ന് എന്താവും, ഫെയിലർ ആവും. അതുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്. ഇത്രയാണ് ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്.